മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹോസ്പിറ്റലിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങിയ ഗംഗാധര മേനോനും മാലതിയും അമ്മയുടെ റൂമിൽ ചെന്ന് അമ്മയോട് വൈജയുടെ കുഞ്ഞിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. അത് കേൾക്കെ അമ്മയും സംശയത്തോടെ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് ഗംഗാധര മേനോനും പറയുന്നുണ്ട്. അമ്മ വീണ്ടും അവരെ രണ്ടുപേരെയും സംശയത്തോടെ മാറി മാറി നോക്കിക്കൊണ്ട് അല്ല എന്തോ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ല അമ്മേ, അന്ന് ചെയ്ത മഹാപാപത്തിന് തിരിച്ചടി തുടങ്ങിയോന്ന് ഒരു സംശയം എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും ആര് തിരിച്ചടിക്കുന്നെന്ന് മുത്തശ്ശിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. വിധി അല്ലാതെ ആരാ എന്ന് ഗംഗാധരമേനോൻ പറയുന്നത് കേട്ട് മുത്തശ്ശിയും ടെൻഷനോടെ കിടക്കുമ്പോഴേക്കും അമ്മേ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ എന്ന് മാലതി ചോദിക്കുന്നുണ്ട്. പോയിട്ട് വായെന്ന് അമ്മ പറയുമ്പോഴേക്കും രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. മുത്തശ്ശിയും എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് സംശയത്തോടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നീട് കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗംഗാധര മേനോനെയും മാലതിയെയുമാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ എങ്ങനെ എവിടുന്ന് വൈജയെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ എന്ന് ഗംഗാധര മേനോൻ ചോദിക്കുമ്പോഴേക്കും ആർക്കും ഒന്നും അറിയില്ല, അത് അതിശയം, അമ്മയ്ക്കൊന്നും അറിയില്ല, കുട്ടികൾക്കും ഒന്നും അറിയില്ലെന്ന് മാലതിയും പറയുന്നുണ്ട്. ലീനയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ വിവരമാണോന്നാ എന്റെ സംശയം എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോഴേക്കും അവക്കറിയാമെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളലക്ഷണം അവളുടെ മുഖത്ത് കാണണ്ടേ. ബാലചന്ദ്രൻ നീലഗിരിക്ക് പോയ ദിവസം എന്താ സംഭവിച്ചെന്ന് അവൾക്ക് ഒരറിവുമില്ല എന്ന് മാലതി പറയുമ്പോഴേക്കും അന്നുച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നത് വരെ ഒരു കുഴപ്പവുമില്ലെന്ന് അമ്മ പറഞ്ഞു. അതായത് അന്ന് ഊണ് കഴിഞ്ഞ് ബാലചന്ദ്രൻ റൂമിൽ കയറിയ ശേഷം എന്തോ സംഭവിച്ചു എന്ന് ഗംഗേട്ടൻ സംശയത്തോടെ പറയുമ്പോഴേക്കും റൂമിൽ വെച്ച് എന്ത് സംഭവിക്കാനെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരിക്കും, ആ ഫോൺ കോളിൽ നിന്നാവും ബാലചന്ദ്രൻ വൈജയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ പഴയ കാലത്തെ എന്തെങ്കിലും ഒരു തെളിവ്, അത് വൈജയെ സംബന്ധിച്ച പഴയ മെഡിക്കൽ റിപ്പോർട്ടാവാം, വൈജയുടെ ഡയറി കുറിപ്പോ അല്ലെങ്കിൽ കൂട്ടുകാരി അയച്ച കത്തോ ആവാം എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അതൊന്നും വൈജ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ആഗ്രയെ സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും ഫോട്ടോ സഹിതം കല്യാണത്തിന് മുന്നേ കത്തിച്ചു കളഞ്ഞതാ, ഞാനും കൂടി ചേർന്നാ കത്തിച്ചു കളഞ്ഞേന്ന് മാലതി തീർത്തു പറയുമ്പോഴേക്കും ബാലചന്ദ്രനും ഒഴിഞ്ഞൊരിടത്ത് കാർ നിർത്തുന്നുണ്ട്. കാർ നിർത്തിക്കൊണ്ട് ഞാൻ വേറൊരു സംശയം പറയട്ടെ എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലും ഒരു സംശയമുണ്ടെന്ന് മാലതിയും പറയുന്നുണ്ട്. എങ്കിൽ തൻ്റെ ഡൗട്ട് എന്താണെന്ന് ആദ്യം പറ എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അലീനയെ പറ്റിയാണെന്ന് മാലതിയും പറയുന്നുണ്ട്. കറക്റ്റ്, ഞാനും അതാണ് പറയാൻ വന്നതെന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട്. അലീനയുടെ ഏജും വൈജയന്തി പ്രസവത്തിനായി നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഡേറ്റും ഏകദേശം ഒത്തുവരുന്നുണ്ട് എന്ന് മാലതി പറയുമ്പോൾ അത് മാത്രമല്ല, അച്ഛൻ എന്തുകൊണ്ട് കഴക്കൂട്ടത്ത് പോയി, അവിടുത്തെ ഒരു ഓർഫനേജിൽ നിന്ന് എന്തുകൊണ്ട് അലീനയെ തന്നെ തിരഞ്ഞെടുത്തു അമ്മയെ നോക്കാൻ, അത് വെറും കോയിൻസിഡൻസ് അല്ലെന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കണം എന്ന് മാലതി പറയുമ്പോഴേക്കും ഗംഗേട്ടനും കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ. പുറകെ തന്നെ മാലതിയും പുറത്തോട്ടിറങ്ങി വന്ന് അച്ഛനെ കാണാൻ സ്നേഹനികേതൻ എന്ന ഓർഫനേജിന്റെ നടത്തിപ്പുകാരിയായ സ്ത്രീ കൊല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു സ്ത്രീ അച്ഛനെ കാണാൻ കഴക്കൂട്ടത്തു നിന്ന് കൊല്ലപ്പള്ളി വരേണ്ട കാര്യമെന്താ, മുൻ പരിചയം അല്ലേ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. അത് തന്നെ, അച്ഛന് ആ സ്ത്രീയെയും ആ സ്ത്രീക്ക് അച്ഛനെയും അറിയാമായിരുന്നു. എങ്ങനെയുള്ള പരിചയമായിരിക്കും അത്? അച്ഛൻ ഒരിക്കലും ഒരു ഓർഫനേജിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ഡൊണേഷൻ കൊടുത്തതായിട്ട് എനിക്കറിയില്ല. അപ്പോ ചാരിറ്റി മുഖേനയുണ്ടായ പരിചയമല്ല എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അച്ഛൻ തീരെ വയ്യാതിരുന്ന സമയത്ത് അനുവിനെയും കൂട്ടി മറ്റാരോടും പറയാതെ കഴക്കൂട്ടം വരെ യാത്ര ചെയ്തു പോകണമെങ്കിൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് മാലതിയും പറയുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഓർഫനേജിലെ അന്തേവാസികളെ കാണുക എന്നുള്ളതല്ല എന്ന് തീർച്ച എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അലിനയെ കാണാൻ വേണ്ടി പോയതാ, ഒരു സംശയവുമില്ല എന്ന് മാലതിയും തീർത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ട് അലിനയെ കാണാൻ പോയി എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും പണ്ട് രാവുണ്ണി അമ്മാമയും അച്ഛനും കൂടി വൈജ പ്രസവിച്ച കുഞ്ഞിനെ ഏതോ ഓർഫനേജിൽ ഏൽപ്പിച്ചു കൊടുത്തല്ലോ, ആ ഓർഫനേജിനെയും അതിന്റെ നടത്തിപ്പുകാരിയായ സ്ത്രീയെയും അച്ഛൻ മറന്നിട്ടില്ല എന്നത് തന്നെയാണ് സത്യം എന്ന് മാലതി പറയുമ്പോ എന്ന് വെച്ചാൽ വൈജ അന്ന് പ്രസവിച്ച കുഞ്ഞാണ് ഇപ്പൊ അവളുടെ വീട്ടിൽ നിൽക്കുന്ന അലീന അല്ലേ എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് പരിഭ്രമത്തോടെ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയാതെ എനിക്ക് പേടി വരുന്നു എന്ന് മാലതിയും പറയുന്നുണ്ട്. ഛേ, അങ്ങനെയൊക്കെ സംഭവിക്കോ
സത്യമാണോ അത് എന്നും ചോദിച്ചോണ്ട് ഗംഗേട്ടനും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അത് സത്യമാണെന്ന് എന്ന് മാലതിയും പറയുന്നുണ്ട്. ഗംഗാധര മേനോൻ അപ്പോഴേക്കും കാറിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളമെടുത്തോണ്ട് അച്ഛന്റെ സ്വഭാവത്തിന് ഇങ്ങനെയൊരു വെല്ലുവിളി ഏറ്റെടുത്തോണ്ട് ഒരിക്കലും സ്വന്തം കുടുംബത്തിലോട്ട് കൊണ്ടുവരില്ല. സ്വന്തം മകളുടെ കുടുംബം തകർന്നു തരിപ്പണമാവുമെന്ന് അച്ഛൻ അറിയാഞ്ഞിട്ടാണോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും അമ്മയെ വേണ്ട പോലെ കെയർ ചെയ്യാൻ നല്ലൊരു പെൺകുട്ടി, മറ്റൊന്നും അച്ഛൻ ഉദ്ദേശിച്ചു കാണില്ല എന്ന് മാലതി പറയുമ്പോ നോ അച്ഛൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. വരും വരായികകളൊക്കെ ആലോചിക്കാൻ കഴിയുന്ന സമയത്തു തന്നെയാ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. മനുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഗംഗേട്ടൻ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ മനുവും സത്യം അറിയേണ്ടതല്ലേ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. അവൻ അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ അലീനയെ ഇത്ര ശക്തമായി ഗാർഡ് ചെയ്യുന്നത് എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും വൈജയുടെ മോളെ വിളിച്ചോണ്ടുവന്ന് വെറും വീട്ടുവേലക്കാരിയാക്കാൻ അച്ഛന് മനസ്സ് വരൂ ഗംഗേട്ട? അതൊരു തരം ദുഷ്ടതയല്ലേ? ആ കുഞ്ഞ് ജനിച്ച കാലം മുതൽ ഇന്നേ വരെ അതിനോട് നീതി കാണിച്ചില്ല, എന്നിട്ട് പിന്നെയും അതിനോട് അനീതി കാണിക്കാൻ മനസ്സ് വരുമോ എന്ന് മാലതി ചോദിക്കുമ്പോ അവസാന കാലത്ത് അച്ഛന് അത്രയ്ക്കുള്ള ശേഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ കയ്യിൽ നിന്ന് അധികാരവും സ്വത്തും മുഴുവൻ പോയില്ലേ? തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു എന്ന് മാത്രം. ആ തിരുവനന്തപുരം യാത്ര തന്നെ അച്ഛനെ കൊണ്ട് പറ്റാത്തതായിരുന്നു. ആ യാത്രയാ അച്ഛന്റെ ആയുസ് വെട്ടിച്ചുരുക്കിയത് എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും മാലതിയും ടെൻഷനോടെ ഒന്നും അറിയണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല മാലതി, എല്ലാം നമ്മുടെ ഊഹങ്ങളും സംശയങ്ങളും മാത്രമാ. ആരോടും ഇതേപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. ഇതൊരു തീപ്പൊരിയാ, വെടിമരുന്നുമായിട്ട് ആളുകള് കാത്തിരിക്കയാ ഒരു ഗോസിപ്പ് കിട്ടിയിട്ട് പൂത്തിരി കത്തിക്കാൻ. ഗംഗേട്ടൻ പറയുമ്പോഴേക്കും നമ്മളിപ്പോഴും മെയിൻ പ്രോബ്ലത്തിലേക്ക് വന്നിട്ടില്ല. അലീന വൈജയുടെ മകളാണെങ്കിൽ അതെങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് മാലതി ചോദിക്കുമ്പോൾ എന്റെ സംശയം അലീനയ്ക്ക് അറിയാമോ അവൾ വൈജയുടെ മകളാണെന്ന് എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. അതൊരിക്കലും ഇല്ല. അതറിഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്കും ആ വീട്ടിൽ വൈജയുടെ ആട്ടും തുപ്പും കേട്ട് കഴിയാൻ കഴിയില്ല ഗംഗേട്ട. അങ്ങ് പോട്ടി പോവത്തില്ലെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, പക്ഷേ ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു? ലീനയ്ക്ക് അറിയില്ലെന്ന് വെക്കാം, അറിഞ്ഞാലും ബാലചന്ദ്രനോട് ഒരിക്കലും പറയുകയുമില്ല. കാരണം അത് അവൾക്ക് തന്നെ ആപത്താ. ഗംഗേട്ടൻ പറയുമ്പോൾ വൈജയുടെ മകളാണ് തന്റെ വീട്ടിൽ സെർവന്റായി വന്ന് നിൽക്കുന്നതെന്ന് ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന് മാത്രമേ അയാൾ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് മാലതി പറയുമ്പോൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. കുഞ്ഞ് 2 വയസ്സിൽ മരിച്ചുപോയെന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇല്ല, ആ കുഞ്ഞ് ജീവനോടെയുണ്ടെന്ന് അയാൾ തർക്കിച്ചു. അലീനയെ അയാൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അയാളത് എടുത്തു പറയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ ടെൻഷനോടെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നുണ്ടേ. ഇവിടെ തന്നെ മാലതിയും വന്ന് കാറിനകത്തേക്ക് കയറിക്കൊണ്ട് ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഈ ദുർഘടങ്ങൾക്കിടയിൽ കൂടി തട്ടാതെ മുട്ടാതെ ആരെയും നോവിപ്പിക്കാതെ നമുക്ക് മുറിവേൽക്കാതെ സൂക്ഷിച്ചു നീങ്ങുക, നമുക്ക് ഒന്നും അറിയില്ല എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അതാണ് സേഫ് അല്ലേ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗംഗേട്ടൻ കാർ എടുക്കുന്നുണ്ടേ. പിന്നീട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന വൈജയന്തിയെയും മാലതിയെയുമാണ് കാണിക്കുന്നത്. ഗംഗേട്ടൻ അങ്ങോട്ട് വരുമ്പോഴേക്കും ഡോക്ടറെ കണ്ടോന്ന് മാലതി ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ബിസിയാ, 10 മിനിറ്റ് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ആകെ ടെൻഷനോടെ നിൽക്കണ വൈജയന്തിയെ കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് നീ എന്താ ഇങ്ങനെ ആകെ തകർന്ന പോലെ നിൽക്കുന്നേ? ബാലചന്ദ്രൻ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് കടന്നു പോകുന്നില്ലേ? അയാളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടു, ഡിസ്ചാർജ് എന്ന് വേണമെന്ന് ഇനി ഡിസൈഡ് ചെയ്യാനുള്ളൂ. ഞാൻ ഡോക്ടറെ കാണുമ്പോൾ അറിയാൻ സാധിക്കുമെന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ജയന്തിയും ഒന്നും മിണ്ടാതെ ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ടേ. അപ്പോഴേക്കും മാലതി ഗംഗേട്ടനോടായി പറയുന്നുണ്ട്, അവളുടെ പരാതി അതൊന്നുമല്ല ഗംഗേട്ട, ബാലചന്ദ്രന് അവളെ കാണണ്ട, അവളോട് സംസാരിക്കണ്ട, എന്തോ വലിയ ശത്രുത ഉണ്ടായിട്ടല്ലേ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്. ഇതാണ് വൈജയുടെ ഡൗട്ട്സ് ആൻഡ് കംപ്ലൈൻസ്. അപ്പോഴേക്കും ഗംഗേട്ടനും വൈജയോടായി പറയുന്നുണ്ട്, വൈജയ്, ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് നിന്റെ പല ദുർവാശികളും ബാലചന്ദ്രന് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ അമ്മയോട് സംസാരിച്ചു, നിന്റെ മക്കളോടും സംസാരിച്ചു. ബാലചന്ദ്രന് നീ വെറുതെ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അവരെല്ലാം പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്ത് ടെൻഷൻ ഉണ്ടാക്കിയെന്ന് വൈജയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നതൊന്നും നീ അംഗീകരിക്കുന്നില്ലെന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാം ബാലചന്ദ്രൻ പറയുന്നത് ശരിയാണെന്ന്, നിന്റെ മക്കൾക്കും അറിയാം. അറിയാത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ. അത് ആരുടെ കുറ്റമാ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും എന്റെ മക്കൾ എന്നെ എതിർത്ത് പറയത്തില്ല, ബബിത പറഞ്ഞോന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട്. നീ പല കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടുന്നു പറഞ്ഞു എന്ന് മാലതി പറയുമ്പോൾ രോഹിത് ഒരിക്കലും എനിക്കെതിരെ പറയില്ലെന്ന് എനിക്കുറപ്പാ എന്ന് വൈജയന്തി ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ ശരിയാണോന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഞെട്ടലോടെ നോക്കിക്കൊണ്ട് വൈജയന്തി തന്റെ തല കുനിക്കുമ്പോഴേക്കും ആണോന്ന് ഗംഗേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്.
വൈജയ്, നീ ശരിയാണോ? ഓർമ്മ വേണം, നീയൊരു നരകത്തിന്റെ വക്കി നിൽക്കയാ. നീ ആ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ബാലചന്ദ്രനെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഇനിയെങ്കിലും നീ അയാളോട് വാദിക്കാൻ നിൽക്കരുത്. നിന്റെ ശരികൾ ശരികളല്ലെന്ന് ഞങ്ങൾക്കറിയാം. നീ അത് അയാളിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത് എന്ന് ഗംഗേട്ടൻ പറയുന്നത് കേട്ട് ഗംഗേട്ടൻ എന്തറിഞ്ഞിട്ടാ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട്. എനിക്കെല്ലാം അറിയാം. എല്ലാം ബാലചന്ദ്രന്റെ സ്വസ്ഥതയും സുഖവുമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അയാൾക്ക് മനഃശല്യം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ഞാനൊന്നിനും പോയില്ലല്ലോ ഗംഗേട്ടാ, എനിക്ക് കാണാനോ സംസാരിക്കാനോ പറ്റുന്നില്ലല്ലോ എന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. ബാലചന്ദ്രന് നീ അടുത്തു ചെല്ലുന്നത് അസ്വസ്ഥതയാണെങ്കിൽ നീ അടുത്തു ചെല്ലണ്ട എന്ന് മാലതി പറയുമ്പോൾ നീ അയാളെ ഭരിക്കാൻ ചെല്ലണ്ട. അയാൾ തീരുമാനിക്കട്ടെ ഇനി അയാളുടെ വീട് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നീ അതിൽ കൈയും തലയും കടത്തണ്ടെന്ന് ഗംഗേട്ടൻ പറയുന്നത് കേട്ട് ആകെ ദേഷ്യത്തോടെ, അപ്പോ ഞാനാരാ എന്റെ വീട്ടില് പേയിങ് ഗസ്റ്റോ? ഞാൻ വേറെ വീട്ടിൽ വല്ലതും പോയി താമസിക്കട്ടെ എന്ന് വൈജയന്തിയും ഒച്ചയെടുക്കുന്നുണ്ട്. ഗംഗേട്ടൻ അപ്പോഴേക്കും ശബ്ദം താഴ്ത്തിക്കൊണ്ട്, വൈജയ് നീ ശരിയല്ല, നീ ഞങ്ങളോട് ആർഗ്യൂ ചെയ്യുകയാണ്. നീ എല്ലാവരോടും അതുതന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ അമ്മയോട്, സഹോദരങ്ങളോട്, മക്കളോട്, ഭർത്താവിനോട്, ഇവിടുത്തെ സെർവന്റിനോട് പോലും വാദിച്ച് ജയിക്കാൻ നോക്കുകയാണ്. അത് ശരിയല്ലെന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും നീ ബാലചന്ദ്രനെ വിട്ടുകൊടുക്കു വൈജേ, അയാളുടെ ഇഷ്ടം നടക്കട്ടെ. അതല്ലേ ഈ അവസ്ഥയിൽ വേണ്ടതെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും കൂടി ബാലചന്ദ്രനെ വോട്ട് ചെയ്യാൻ വേണ്ടി മത്സരിക്കുകയാ. എന്റെ പെറ്റമ്മയും കൂടെ പിറപ്പുകൾ പോലും. എല്ലാവരുടെയും ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാൻ ഒന്നിനുമില്ല എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും വെറുതെ പറഞ്ഞാ പോരാ, വിട്ടുകൊടുക്കാനുള്ള മനസ്സും കൂടി വേണം എന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട്. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്ന കൂടെ നിന്ന് പരിചരിക്കേണ്ട കടമ ഭാര്യയ്ക്കാ. ഇവിടെ എന്നെ വേണ്ട, ഓടിക്കൊള്ളാനാ പറയുന്നത്. ഇത് എവിടത്തെ ന്യായമാ എന്ന് വൈജ ചോദിക്കുമ്പോഴേക്കും വൈജയ് സ്റ്റോപ്പ് ഇറ്റ്, ബ്ലഡി നോൺസെൻസ് എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും വൈജയും ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ടേ. പിന്നീട് കാർഡിയോളജിസ്റ്റ് ജോൺ മാത്യുവിനെ കാണാനെത്തുന്ന ഗംഗേട്ടനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്ര മേനോന്റെ ബ്രദർ ഇൻ ലോ അല്ലേ? എനിക്കറിയാം. ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയ ആൾ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും അതെ, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഓഫ് കോഴ്സ്, ബാലചന്ദ്രന്റെ പ്രസന്റ് കണ്ടീഷൻ, പിന്നെ യഥാർത്ഥത്തിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു? സിവിയർ അറ്റാക്ക് ആയിരുന്നു എന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. ആദ്യം ഒരു സ്ട്രോക്ക് ആണ് വന്നത്, പിന്നെ അതിന്റെ പിറകെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്. സ്ട്രോക്കിന്റെ ഭാഗമായി ശരീരത്തിന്റെ ഒരു വശം തളർന്ന് പ്രവർത്തനരഹിതമായി പോയേനെ. ഇവിടെ എത്തിച്ചതുകൊണ്ട് സഡൻലി ത്രോംബോലൈസിസ് കൊടുത്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അറ്റാക്ക് അത്ര സിവിയർ ആയിരുന്നില്ല. എങ്കിലും അവിടുത്തെ സെർവന്റ് CPR കൊടുത്തത് നന്നായി. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2 ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഒരു സ്റ്റഡും കൂടി ഇടാനുള്ള ഫിസിക്കൽ കണ്ടീഷൻ പേഷ്യന്റിനില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അപ്പോ അയാളൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നോ എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിരുന്നു. ഡയറ്റും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നിട്ടും വെയിൻ ബ്ലോക്ക് ആവുന്നുണ്ടായിരിക്കണം. മേജർ പ്രോബ്ലം അതല്ല. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് ഓവർ ടെൻഷൻ കൊണ്ടാ. BP വല്ലാതങ്ങ് കൂടി. ആ ഹൈപ്പർ ടെൻഷൻ ക്രൈസിസ് ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. മിസ്റ്റർ ബാലചന്ദ്ര മേനോനെ നന്നായിട്ട് അലട്ടിയ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് തീർച്ചയാണെന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഡോക്ടർ ബാലചന്ദ്രനോട് സംസാരിച്ചില്ലേ? ഈ ടെൻഷന്റെ റീസൺ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. അയാളൊന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. ആരെയും കാണാൻ അയാൾക്ക് താല്പര്യമില്ല. ഭാര്യയോ മക്കളെയോ കാണണമെങ്കിൽ ആകാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾക്ക് കാണണ്ട. There is something big that is bothering him. അയാൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടനും ഒന്നും പറയാൻ കഴിയാതെ ആകെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫാമിലിയോട് അകൽച്ച കാണിക്കില്ലല്ലോ. പേഷ്യന്റ് അങ്ങനെയൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും തുറന്ന് ചോദിക്കാനും വയ്യ. പേഷ്യന്റിന് സ്വസ്ഥത കിട്ടുന്നത് തനിച്ചു കഴിയുന്നതിലാണെങ്കിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അപ്പോൾ ഇനി ആരും കാണാതിരിക്കുകയാണ് നല്ലത് അല്ലേ എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഡോക്ടർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. തൽക്കാലം സന്ദർശകർ ഇല്ലാതിരിക്കുന്നതാണ് പേഷ്യന്റിന്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് ഡോക്ടർ തന്നെ ഒന്ന് പറഞ്ഞാൽ ആർക്കും പരിഭവം ഉണ്ടാവില്ലല്ലോ. മറ്റുള്ളവരുടെ വികാരങ്ങളെ നമ്മളും പരിഗണിക്കണമല്ലോ എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും മിസ്റ്റർ ബാലചന്ദ്രന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് സാറിന് അറിയാമെന്ന് തോന്നുന്നു എന്ന് ഡോക്ടറും ചോദിക്കുന്നുണ്ട്. എനിക്ക് ചില ഊഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ചില മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കണം എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും പക്ഷേ അയാളുടെ വൈഫിനെ അതേപ്പറ്റിയൊന്നും അറിയില്ലാത്ത പോലെയാണ് എന്നോട് സംസാരിച്ചത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അത് വൈജയന്തി അറിയാത്ത എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിലോ? അങ്ങനെ സംതിങ് സീരിയസ് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്കറിയാം. ഐ ആം സോറി, എനിക്കതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ അവസരത്തിൽ ബാലചന്ദ്രൻ പൂർണ്ണമായും റിക്കവർ ആവണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥയും ശരിയായിരിക്കണമല്ലോ.
ദെയർഫോർ ബന്ധുക്കളാരും, പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ ഭാര്യ കൂടെ അയാളുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അയാളെ അലട്ടരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറയണം. അയാൾക്ക് തനിയെ കഴിയുന്നതാണ് ഇഷ്ടമെങ്കിൽ അയാളെ അങ്ങനെ തന്നെ വിട്ടേക്കാനായി ഡോക്ടർ പറയണം. പ്രകോപനപരമായ ഒരു വാക്കോ പ്രവൃത്തിയോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് കൂടി പറയണം. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിട്ടു പോയാലും അയാൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ തിരിച്ചെത്തേണ്ടി വരും ഒക്കെ ഗംഗേട്ടൻ പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ പേഷ്യന്റിന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾ ഡോക്ടേഴ്സ് പതിവായി നൽകുന്ന നിർദ്ദേശമാണ്. പക്ഷേ സ്വന്തം ഭാര്യയിൽ നിന്ന് പേഷ്യന്റിനെ രക്ഷിക്കണമെന്ന സജഷൻ വരുന്നത് ഇതാദ്യമായിട്ടാണ്. എനിവേ ഐ വിൽ ഡു ആസ് യു ഡിസൈഡ് എന്ന് ഡോക്ടർ ഉറപ്പ് കൊടുക്കുമ്പോഴേക്കും ഗംഗാധര മേനോനും എണീറ്റുണ്ട് താങ്ക് യു സാർ എന്ന് കൈ കൊടുത്തോണ്ട് പറയുന്നുണ്ട്. പിന്നീട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാലതിയുടെ അടുത്തേക്ക് ഗംഗാധരൻ എത്തിക്കൊണ്ട് വൈസി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവള് നമ്മളോട് പിണങ്ങിയ മട്ടില്ല എന്ന് മാലതി പറയുമ്പോഴേക്കും അവളോട് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത് എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ, ബാലചന്ദ്രൻ ചത്താലും വേണ്ടില്ല, അവൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് മാലതി പറയുന്നത് കേട്ട് എന്തു ചെയ്യും മാലതി എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. നമുക്ക് സത്യം അവളോട് പറഞ്ഞാലോ, ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്ന് എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും അതോടെ ആ ഫാമിലി തകരും മാലതി. അവൾക്ക് പിന്നെ ബാലചന്ദ്രന്റെ ഭാര്യയായി നിൽക്കാൻ പറ്റില്ല, തോറ്റുപോകുന്നിടത്ത് അവൾ നിൽക്കില്ല എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അവൾ പിന്നെ എങ്ങോട്ട് പോവും എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രനെയും മക്കളെയും വിട്ടിട്ട് അവൾ പൊയ്ക്കളയും. കാരണം പിന്നെ അവൾക്ക് ഐഡന്റിറ്റി ഇല്ല, പേഴ്സണാലിറ്റി ഇല്ല, എല്ലായിടത്തും ഒരു ബിഗ് സീറോ ആയിരിക്കും. തോറ്റടിഞ്ഞു പോയൊരു സ്ത്രീ അവൾ സൂയിസൈഡ് ചെയ്ത് കളയും എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും എന്തൊരു കഷ്ടമായി ഇത്, ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ അവളോടെന്ന് മാലതി ചോദിക്കുന്നുണ്ട്. ഗംഗാധര മേനോൻ മാലതിയെ തടഞ്ഞോണ്ട് വേണ്ട, എന്നോട് കൂടി അവൾ പിണങ്ങും, ഞാൻ പറഞ്ഞാൽ മാത്രമേ അവൾ അല്പമെങ്കിലും റെസ്പെക്ട് ചെയ്യൂ എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അവളെ കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു, നിങ്ങളെ അച്ഛനും മക്കളും കൂടി വരുത്തി വെച്ച വിനയ ഇത്, അവളെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളുമായിരുന്നു എന്ന് മാലതി കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഞങ്ങളെ അവളുടെ ജീവിതം നേരെയാക്കാനാണ് ശ്രമിച്ചത് എന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഒന്നും നേരെയാവില്ലെന്ന്, എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ജീവിതം തട്ടിമറിച്ചു, എന്നിട്ട് നേരെയാക്കാനാണെന്നും പറഞ്ഞ് ഒരുത്തന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു, അയാളുടെ ജീവിതം ദാ കിടക്കുന്നു എന്ന് മാലതി വീണ്ടും കുറ്റപ്പെടുത്തുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും പ്രവചന ബുദ്ധിയോടെയുമൊന്നുമല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ചിലത് ശരിയായി വരും, ചിലത് പാളിപ്പോവും എന്ന് ഗംഗേട്ടൻ പറയുമ്പോ എന്താ ഇതിൽ നിനി രക്ഷപ്പെടാൻ ഒരു മാർഗമെന്ന് മാലതിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. നീ വൈജയുടെ സൈഡിൽ മിണ്ടാതെ നിന്നാ മതി, എതിർക്കാൻ വേണ്ട, അനുകൂലിക്കാൻ വേണ്ട, അവളുടെ ആർഗ്യുമെന്റ്സ് വെറുതെ നിന്ന് കേൾക്കുക, തല കുലുക്കുക, ദാറ്റ്സ് ഓൾ. ഞാൻ ഇടപെട്ടോളം വൈജിയോട് ഓക്കെ എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ഇതിനേക്കാളും ഭേദം ആ സ്ട്രോക്കിൽ ബാലചന്ദ്രൻ അങ്ങ് പോകുന്നതായിരുന്നു എന്ന് മാലതി പറയുമ്പോൾ ഗംഗേട്ടനും ഒരു താക്കീതോടെ മാലതി എന്ന് വിളിക്കുന്നുണ്ട്. എല്ലാം അതോടെ അങ്ങ് തീർന്നേനെ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്ന മാലതിയെ നോക്കിക്കൊണ്ട് ടെൻഷനോടെ നിൽക്കുന്ന ഗംഗേട്ടനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.